ഇന്ന് നമ്മൾ ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 136 HPV ഇൻഫെക്ഷൻ ആൻഡ് സെർവിക്കൽ ക്യാൻസർ എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ്. അതായത് HPV അണുബാധയും സെർവിക്കൽ ക്യാൻസറും എന്നുള്ള പാഠഭാഗമാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷൻ ഈസ് വൺ എമംഗ് ദ മോസ്റ്റ് കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അതായത് HPV അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ലൈംഗിക രോഗം പ്രധാനമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു രോഗമായിട്ടാണ് കാണപ്പെടുന്നത്. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് സെർവിക്സ് ദാറ്റ് കോസ് ജെനിറ്റൽ വാർഡ്സ് ആൻഡ് വേരിയസ് ക്യാൻസേഴ്സ് ഇൻക്ലൂഡിങ് സെർവിക്കൽ ക്യാൻസർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാകുന്ന വൈറസ് വിഭാഗമാണ് ഇത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സഹിക്കുന്നത്. ഈ സെർവിക്കൽ ക്യാൻസറും അതുപോലെ തന്നെ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസാണ് ഇത് ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ജനനേന്ദ്രിയങ്ങളിൽ വാർഡ് അല്ലെങ്കിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ രോഗങ്ങൾക്കും ഈ വൈറസ് കാരണമായി തീരുന്നു. ഏത് വൈറസാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കോസസ് ദി സിക്നെസ്സസ്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The greatest challenge in preventing HPV is the absence of the manifestation of the symptoms in affected person. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ HPV രോഗബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടമാകുന്നില്ല എന്നതാണ് ഈ രോഗം തടയുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ചലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി ഇൻ പ്രിവെൻറ്റിങ് HPV, അതായത് HPV രോഗത്തെ അതിനെ തടയുന്നതിന്, പ്രിവെൻറ്റ് എന്ന് വെച്ചാൽ തടയുകയാണ്, ഈസ് ദ ആബ്സെൻസ് ഓഫ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സിംറ്റംസ്. അതായത് മാനിഫെസ്റ്റേഷൻ ഓഫ് സിംറ്റംസ്, അതായത് ഈ രോഗം വന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും പുറമേ കാണിക്കുന്നില്ല, ഓക്കെ എന്നുള്ളതാണ്. അഫക്റ്റഡ് പേഴ്സൺ, ഈ രോഗം വന്ന ആളിൽ ഇതിൻ്റെ സിംറ്റങ്ങളൊന്നും അടയാളങ്ങളൊന്നും ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ക്രോണിക് ഇൻഫെക്ഷൻ വിത്ത് ഹൈ റിസ്ക് HPV ടൈപ്പ് കോസ് സർട്ടൻ ചേഞ്ചസ് ഇൻ ദ സെൽസ് ഓഫ് ദ സെർവിക്സ്. അതായത് തുടർച്ചയായിട്ടുള്ള ഈ ഇൻഫെക്ഷൻ, ക്രോണിക് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻ, ഏതിൻ്റെ? HPV ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു? മേക്സ് സർട്ടൻ ചേഞ്ചസ് ഇൻ ദ സെൽസ് ഓഫ് ദ സെർവിക്സ്. അതായത് സെർവിക്സ് എന്താണെന്ന് പ്രീവിയസ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ക്രോണിക് തുടർച്ചയായിട്ട് ഈ HPV രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ചേഞ്ചുകൾ അതിൽ സംഭവിക്കും. ഈഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ്, അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ദിസ് ചേഞ്ചസ് ക്യാൻ ടേൺ ഇൻ ടു സെർവിക്കൽ ക്യാൻസർ. ഈ മാറ്റം എന്തായിത്തീരും? പയ്യെ സെർവിക്കൽ ക്യാൻസർ ആയി തീരുവാനുള്ള സാധ്യതയുണ്ട്. ദ റിസ്ക് ഓഫ് ദ സെർവിക്കൽ ക്യാൻസർ ഈസ് ഹയർ ഇൻ ഗേൾസ്. അത് എന്നിട്ട് പറയുകയാണ് ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യത ആരിലാണുള്ളത്? ഗേൾസിലാണുള്ളത്. ഹു ഹാവ് സെക്സ് ബിഫോർ ദ ഏജ് ഓഫ് 18. ആ ഗേൾസിന് എന്താണ് കുഴപ്പം? 18 വയസ്സിന് മുൻപ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിലാണ് സെർവിക്കൽ ക്യാൻസർ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹത്തിന് ശേഷവുമല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് സെർവിക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകാതിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദ വൈറസ് ഇൻഫെക്ഷൻ ഈസ് സെർവ്സ് എമംഗ് ദം. എന്താണ് ചെയ്യുന്നത്? ദ വൈറസ് ഇൻഫെക്ഷൻ ഈസ് സിവിയർ എമംഗ് ദം. ഈ വൈറസ് ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണ ഏറ്റവും കൂടുതലാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നു. പാപ്പ് സമീർ ടെസ്റ്റ് ആൻഡ് HPV ടെസ്റ്റിംഗ്സ് ആർ ദ ഹെൽപ്ഫുൾ ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഇൻഫെക്ഷൻ. അതായത് ഈ സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കുന്നതിനും HPV ഇൻഫെക്ഷൻ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പാപ്പ് സമീർ ടെസ്റ്റ്, അതായത് സ്മീർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്താം. അതുപോലെ തന്നെ HPV എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തുന്നത് എന്തിനാണ്? ഹെൽപ്ഫുൾ ഇൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഈ രോഗങ്ങൾ നേരത്തെ തന്നെ ഡിറ്റക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രോഗത്തിൻ്റെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നേരത്തെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. സിൻസ് സെർവിക്കൽ ക്യാൻസർ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് കോമൺ ഡിസീസ് എമംഗ് ദ വുമൺ ഇൻ കേരള. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ രോഗമാണ്. രണ്ടാമത് കാണപ്പെടുന്ന ഏറ്റവും ഹയസ്റ്റ്, സെക്കൻഡ് മോസ്റ്റ്, അതായത് ഒന്നാമത്തെ സ്ത്രീകളിൽ കാണപ്പെടുന്ന രോഗത്തിന് ശേഷം കാണപ്പെടുന്ന രണ്ടാമത്തെ രോഗമാണ് ഏത്? ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ് ഏത്? ഈ
സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പം ബ്രസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? മോസ്റ്റ് കോമൺ ഡിസീസ് എമംഗ് കേരള ഏതായിരിക്കും? അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം ആയിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. സ്തനാർബുദം കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സെർവിക്കൽ ക്യാൻസർ ആണ്. വാക്സിനേഷൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഫോർ ഗേൾസ് ഇൻ ദ ഹയർ സെക്കൻഡറി സെക്ഷൻ പ്രിവെൻറ്റിംഗ് ദിസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഹയർ സെക്കൻഡറി സെക്ഷനിലുള്ള പെൺകുട്ടികൾക്ക് ഈ രോഗം വരാതിരിക്കുവാനായിട്ട്, ഏത് സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കുന്നതിനായിട്ടും ഈ എന്താണ് പറയുന്നത്, നമ്മൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷനുകൾ വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാക്സിനേഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഗവൺമെൻറ്. ഞാനിപ്പോഴും എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവരും വാക്സിനേഷൻ എടുക്കണം എന്നുള്ളത്. അത് ശരീരത്തിന് നല്ലതാണ്, നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനായിട്ട് സഹായിക്കും. ദെയർ ആർ വാക്സിൻസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ അപ് ടു 26 ഇയേഴ്സ് ഇൻ ഫീമെയിൽ, അപ് ടു 21 ഇയേഴ്സ് ഇൻ മെയിൽ. അതായത് ഈ സ്ത്രീകൾക്ക് 26 വയസ്സ് വരെ ഈ വാക്സിൻ കൊടുക്കുവാനായിട്ടും ഫീമെയിൽസിൽ അതായത് ദാറ്റ് ക്യാൻ ബി ഗിവൺ അപ് 26 ഇയേഴ്സ് ഇൻ ഫീമെയിൽസ്, അതായത് സ്ത്രീകൾക്ക് 26 വയസ്സ് വരെയും ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് 21 വയസ്സ് വരെയും ഈ വാക്സിനേഷൻ നൽകാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എവല്യൂഷൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ്. അതായത് ഈ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൻ്റെ എന്താണ് പറയുന്നത്, പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമത്തെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമം. ട്രേസസ് ഓഫ് ദ എവല്യൂഷൻ ക്യാൻ ബി സീൻ ഇൻ ദ റീപ്രൊഡക്ഷൻ ഓൾസോ. അതായത് നമുക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമത്തിൻ്റെ അടയാളങ്ങൾ എവിടെയും കാണുവാനായിട്ട് സാധിക്കും, പ്രത്യുൽപാദനത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദ ഡെവലപ്മെൻറ്റ് ഫ്രം എഗ് ലേയിങ് ഓർഗാനിസംസ് ടു ദ മാമൽസ് വിച്ച് ഗീവ് ബർത്ത് ആൻഡ് ലാക്കേറ്റ് ദെയർ യങ് വൺസ് ഇൻഡിക്കേറ്റ് ദ സെയിം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുട്ടയിട്ട് വംശത്തെ വർദ്ധിപ്പിക്കുന്ന ജീവികളിൽ നിന്നും പ്രസവിച്ച് മുലയൂട്ടുന്ന ജീവികൾ, അതായത് സസ്തനികളിലേക്കുള്ള വികാസം സൂചിപ്പിക്കുന്നതും ഒരു എന്താണ്, പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമമാണ്, അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൻ്റെ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ദിസ് ഈസ് വെരി ഓബിയസ് ഇൻ ദ എവല്യൂഷൻ ഓഫ് ദ വെർട്ടിബ്രേറ്റ്. അതായത് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും വ്യക്തമായിട്ട് കാണപ്പെടുന്നത് വെർട്ടിബ്രേറ്റ് എന്ന് ആയിട്ടുള്ള ജീവികളിലാണ്, അല്ലെങ്കിൽ നട്ടലുള്ള ജീവികളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത 137ാമത്തെ പേജിലേക്കാണ്. ഓക്കെ, 137ാമത്തെ പേജ് എടുക്കുക. ഓക്കെ, ഫിഷ് ആൻഡ് ആംഫിഫിയസ് റീപ്രൊഡ്യൂസസ് ത്രൂ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മത്സ്യങ്ങളും ഉഭയജീവികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജലത്തിലും അതുപോലെ തന്നെ, അല്ലെങ്കിൽ ആംഫിബിയസ് എന്ന് പറഞ്ഞാൽ ജലത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കുന്ന ജീവികളും എങ്ങനെയാണ് അവയുടെ ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനിലൂടെയാണ് അവയുടെ പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. എക്സ്റ്റേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരീരത്തിൻ്റെ അകത്ത് വെച്ചല്ല, ശരീരത്തിൻ്റെ പുറത്തുകൂടെയുള്ള. ഇത് ഏതൊക്കെയാണ്? ഫിഷും അതുപോലെ തന്നെ ആംഫിബിയസ് ആയിട്ടുള്ള ജീവജാലങ്ങളും, അത് തവളയും അങ്ങനെയുള്ള ജീവജാലങ്ങളും എല്ലാം. ഓക്കെ, വേറാസ് റീപ്രൊഡക്ഷൻ അതേ സമയത്ത് തന്നെ whereas in reptiles and birds it is through internal fertilization. അതായത് പക്ഷികളിലും അതുപോലെ തന്നെ ഉരകങ്ങളിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്റേണൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആന്തരിക ബീജസംയോഗനമായി മാറുന്നു. അതായത് ഒരു മുട്ട എന്ന് പറയുന്നത് എവിടെയാണ്? ആ മുട്ട അമ്മയുടെ അല്ലെങ്കിൽ തള്ളക്കോഴിയുടെ വയറിനകത്തിരുന്നാണ് അതൊരു മുട്ട പൂർണ്ണ രൂപമായിട്ട് പുറത്തേക്ക് വരുന്നത്. അവിടെ ബീജസംയോഗം പൂർണ്ണമായിട്ടും എവിടെ നടന്നിരിക്കുന്നു? അമ്മയുടെ ശരീരത്തിനകത്ത് വെച്ച് നടന്നിരിക്കുന്നു. അതേ സമയത്ത് അംഫിബിയസ് അല്ലെങ്കിൽ ഉഭയജീവികളിൽ എങ്ങനെയാണ്? ഒരു ജീവിയിൽ നിന്നും മുട്ട പുറത്തേക്ക് വരുന്നു, മറ്റൊരു ജീവിയിൽ നിന്നുള്ള മുട്ടയും പുറത്തേക്ക് വരുന്നു. ഇവ രണ്ടും പുറത്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? സംയോഗം ചെയ്യപ്പെട്ട് ഇതായിത്തീരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് വായിക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ എംബ്രിയോ ഈസ് ഫുള്ളി ഡെവലപ്ഡ് യൂസിങ് ദ ന്യൂട്രിയൻസ് ഇൻസൈഡ് ദ എഗ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ എംബ്രിയോ, അതായത് മെയിൽ ഫീമെയിലിൻ്റെ രണ്ട് ബീജങ്ങളും സംയോജിച്ചതിന് ശേഷം മുട്ടയ്ക്കകത്തായി തീരുന്ന എംബ്രിയോ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്? അതിൻ്റെ അകത്തുള്ള ഇതിനകത്തുള്ള മുട്ടയ്ക്കകത്തുള്ള പോഷകാഹാരങ്ങളെ ഉപയോഗിച്ച് ഭക്ഷിച്ചുകൊണ്ടാണ് അവ പുറത്തു വരുന്നത്. വെൻ ഇറ്റ് കംസ് ടു മാമൽസ്, the egg is limited to cell, okay, ovum required for fertilization. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാമലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ എഗ് ഈസ് ലിമിറ്റഡ് ടു എ സെൽ, അതായത് ഈ എഗ്, അതായത് പ്രസവിക്കുന്ന ജീവജാലങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ എഗ് എന്ത് ചെയ്യുന്നു? ഒരു സെല്ലായിരിക്കും ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, റിക്വയർഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. അവിടെ എന്താണ്? പുരുഷബീജം ഈ മാമൽസിലേക്ക്, പ്രസവിക്കുന്ന ജീവജാലങ്ങൾക്ക് അകത്തേക്ക് ചെന്ന് ആ പുംബീജവും സ്ത്രീബീജവുമായിട്ട് കൂടിച്ചേരേണ്ടതായിട്ട് വരുന്നു. അതായത് നമ്മളിപ്പോൾ കാണുക, ഒന്ന്
എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അതായത് പുറത്ത് നടക്കുന്നു. രണ്ടാമത് അകത്ത് നടക്കുന്നു. രണ്ടാമത് അകത്ത് നടന്നതിന് ശേഷം പുറത്ത് വന്നു നിന്ന് കുഞ്ഞുങ്ങൾ വരുന്നു. മൂന്നാമതായിട്ട് എന്ത് ചെയ്യുന്നു? മാമൽസിൽ മുലയൂട്ടുന്ന ജീവജാലങ്ങളിൽ എന്ത് പറ്റുന്നു? അകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുകയും ആ അകത്ത് തന്നെ കുഞ്ഞ് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അവിടെ തന്നെയാണ് എന്താണ് ദ ഫീറ്റസ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത് ബൈ റിസീവിങ് ന്യൂട്രിയൻസ് ഫ്രം ദ മദേഴ്സ് ബോഡി. എന്നിട്ട് ആ ഫീറ്റസ് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന കുഞ്ഞ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ വളർച്ച പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ്? അമ്മയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പോഷകാഹാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു വളർച്ച എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വളർച്ചയോട് കൂടിയാണ് ആ ജീവജാലം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നോക്കുക, അംഫിബിയസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്. അതായത് പുരുഷ ബീജവും സ്ത്രീ ബീജവും പുറത്ത് വന്നതിന് ശേഷം സംയോജനം നടത്തുന്നു. ഉരകങ്ങളിലേക്ക് റിപ്റ്റൈൽസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവ രണ്ടും ഒന്നിച്ച് അകത്ത് നടന്നതിന് ശേഷം പുറത്തേക്ക് വരുന്നു. മൂന്നാമതായിട്ട് മാമൽസിലും അതുപോലെ തന്നെ ലാക്ടേറ്റ് ചെയ്യുന്ന ജീവജാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ഇത് രണ്ടും ഉള്ളിൽ സംയോജിക്കുകയും ഉള്ളിൽ വളരുകയും ഉള്ളിൽ വളർന്നതിന് ശേഷം പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പ്രോഗ്രസ് ആണ് നമ്മൾ കാണുന്നത്. അതും എന്തിനെയാണ്? എവല്യൂഷനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വിത്ത് ദ പ്രോസസ് ഓഫ് ദ റീപ്രൊഡക്ഷൻ ടു നേച്ചർ കണ്ടിന്യൂസ് ടു കൺസീവ് us that the history of living being is that of the evolution. എന്താണ് ഇത്തരത്തിലുള്ള റീപ്രൊഡക്ഷൻ? അതായത് ജീവികളുടെ ചരിത്രം പരിണാമത്തിൻ്റെതാണ്. അതായത് ഈ പ്രത്യുൽപാദന പരമ്പരയെയും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളോട് പ്രകൃതി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജീവികളുടെ ചരിത്രം എന്ന് പറയുന്നത് പരിണാമത്തിലൂടെ വന്നതാണെന്നാണ്. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ലൈഫ് പ്രോസസ് കോൾഡ് റീപ്രൊഡക്ഷൻ. അപ്പം ഈ തരത്തിൽ പരിണാമത്തിലൂടെ ജീവജാലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ, ജീവൽ പ്രക്രിയ എന്ന് പറയുന്നു. പ്രത്യുൽപാദനത്തെ എന്ത് പറയുന്നു? ജീവൽ പ്രക്രിയയെക്കുറിച്ച് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ലൈഫ് പ്രോസസ്, അതായത് ഈ ജീവൽ പ്രക്രിയയെ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഏത് ലൈഫ് പ്രോസസ്സാണ്? റീപ്രൊഡക്ഷൻ. വി ഷുഡ് ഓൾസോ ഏബിൾ ടു എൻജോയ് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ദ ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് എവല്യൂഷൻ ഇൻ നേച്ചർ. നമ്മളും നമ്മളുടെ ജീവിതം എന്താണ്? ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് നേച്ചറിൽ ഉള്ള എവല്യൂഷൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നമ്മൾ ആസ്വദിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ സപ്പോസ് നിങ്ങൾക്ക് ഈ പാഠഭാഗം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോവുകയാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഈ ലെറ്റസ് അസസ് എന്ന് പറയുന്ന ഭാഗവും ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, വി വിൽ സീ വിത്ത് അനദർ വീഡിയോ.